afternoon, dear students. Prayer. Okay, today we are going to revise chapter 9 and chapter 14. Chapter 9 ഉം 14 ഉം റിലേറ്റ് ചെയ്തുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്കത് ഇന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിവിഷൻ ടെസ്റ്റ് പേപ്പറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ നല്ല ഭംഗിയായിട്ട് എഴുതുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മിടുക്കരെ കുട്ടികളാണ് കേട്ടോ. അപ്പം ഇനിയുള്ള റിവിഷൻ ടെസ്റ്റ് പേപ്പറും മിടുക്കരായിട്ട് പഠിച്ചെഴുതണം. കൺഗ്രാജുലേഷൻസ്. നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ 9 ആദ്യം നോക്കുവാണ്. ചാപ്റ്റർ 9 ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ്. ഓൾജിബ്രൈക് എക്സ്പ്രഷനും ഐഡന്റിറ്റീസും നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലോട്ട് കൊണ്ടുവരണം. വേരിയബിൾസും കോൺസ്റ്റൻസും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 4xy ഇതൊരു എക്സ്പ്രഷൻ ആണ്. 4xy + 5 ഇതൊരു എക്സ്പ്രഷൻ ആണ് ഇല്ലേ. ഇനി ഈ എക്സ്പ്രഷനകത്ത് നമ്മൾ മൂന്നാല് ടൈപ്പ് ഇത് പഠിച്ചിട്ടുണ്ട്. മൊണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ ആൻഡ് ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ പോളിനോമിയൽ എന്ന് കൂടെ പറയും ഇല്ലേ. മൊണോമിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? only one term. ഇപ്പൊ 2xy ഒരു ടേമേ ഉള്ളൂ, അങ്ങനെ ഒരു ടേം മാത്രം ഉള്ളത് മൊണോമിയൽ. 2 terms ഉള്ളത് ബൈനോമിയൽ. ഇപ്പൊ ഇതിന്റെ കൂടെ വേറൊരു ടേമും കൂടി ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. അപ്പൊ 3 terms ആയി. അപ്പൊ ട്രൈനോമിയൽ. ഇനി 4 terms അതിൽ കൂടുതലുള്ളതൊക്കെ നമ്മൾ പോളിനോമിയൽ എന്ന് ജനറൽ ആയിട്ട് പറയും. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ മൊണോമിയലും ബൈനോമിയലും ട്രൈനോമിയലും എല്ലാം വരുന്ന ജനറൽ ആയിട്ടാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ടേംസ് എന്ന് പറഞ്ഞു. ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുക്കുന്ന ഈ ഒരു ഇങ്ങനെ പറയുന്ന ഓരോ ഇതിനുമാണ് ടേംസ് എന്ന് പറയുന്നത്. ഈ ടേംസ് എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എക്സ്പ്രഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും എല്ലാം ഈ 4 ഓപ്പറേഷൻസും യൂസ് ചെയ്യാം. ഇനി കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഓരോ ടേമിലെ ന്യൂമറിക്കലായിട്ട് വരുന്ന നമ്പർ. അപ്പൊ നമ്മളിവിടെ 4xy ഒരു ടേം ആണ്. ഈ 4xyയിലെ കോഎഫിഷ്യന്റ് 4 ആണ്. 5 എന്ന് പറയുന്നത് 5 തന്നെ കോൺസ്റ്റന്റ് ടേം ആണ്, അത് തന്നെയാണ് അതിന്റെ കോഎഫിഷ്യന്റ്. ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. നമ്മൾ 1z എന്ന് എഴുതാറില്ല, അല്ലെങ്കിൽ 1x 1y ഇങ്ങനെ എഴുതാറില്ല. കാരണം എന്താ? 1 into any number we get that number itself അല്ലെ. 1 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തന്നെയാണ്. അപ്പം 1z എന്നും 1x എന്നും 1y എന്നൊക്കെ പറയുന്നത് ഇസഡ് തന്നെ, എക്സ് തന്നെ, വൈ തന്നെ. ഒന്നിൽ കൂടുതലാവുമ്പോഴല്ലേ നമ്മൾ നമ്പർ ചേർത്ത് പറയേണ്ടത്. ഇനി നമ്മൾ അതുകൊണ്ട് ആ നമ്പർ അതുപോലെ തന്നെ, ഇപ്പൊ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ പറയുക. അപ്പൊ ഇസഡ് എന്ന് വന്നാൽ ഇവിടെ 1 ആണ് ഇതിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ ഓർത്തോണം കേട്ടോ. അതുപോലെ ഇവിടെ എത്രയാ കോഎഫിഷ്യന്റ്? ഇവിടെ 2 ആണ് കോഎഫിഷ്യന്റ്. പിന്നെ നമ്മൾ എപ്പോഴും തെറ്റിക്കാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇങ്ങനെ ഈ പലരും എക്സാം ടൈമിൽ ഇങ്ങനെ എഴുതി കാണാറുണ്ട്. അതായത് x² y + x ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ചിലർ ഇങ്ങനെ ഒരു എഴുത്തുണ്ട്, x² y x എന്നൊക്കെ പറഞ്ഞു. ചിലർ ഇങ്ങനെ x³ y എന്നൊക്കെ പറഞ്ഞ് എഴുതും. പക്ഷെ ഇങ്ങനെ എഴുതത്തില്ല കേട്ടോ. നമ്മള് വൈയും എക്സും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഇവിടെ x² ആണ്, ഇവിടെ ഡിഗ്രി 2 ആണ്. അപ്പൊ ഇതും കൂടെ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യത്തില്ല. മൾട്ടിപ്ലൈ ആണ് ഓക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ അഡീഷനും സബ്സ്ട്രാക്ഷനും വരുമ്പോൾ ലൈക്ക് ടേംസ് തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതും സബ്സ്ട്രാക്ട് ചെയ്യുന്നതും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ അഡീഷൻ ആണോ സബ്സ്ട്രാക്ഷൻ ആണോ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഒന്നും എഴുതി വെക്കരുത്. ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് സൂപ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്തതുപോലെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ വരുവാണെങ്കിൽ x² × x നമുക്ക് x³ എന്നും × y x³ y എന്ന് എഴുതാം. അതേസമയം അഡീഷനോ സബ്സ്ട്രാക്ഷനോ ആണെങ്കിൽ ആ ഇടയ്ക്കത്തെ ഇതെല്ലാം കളഞ്ഞ് ചുമ്മാ ഇങ്ങനെ ചേർത്ത് ഒരിക്കലും എഴുതിയേക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് മൊണോമിയല്, ബൈനോമിയല്, ട്രൈനോമിയല് ഒക്കെ ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. 1 ടേം ആണെങ്കിൽ മൊണോമിയൽ, 2 terms ആണെങ്കിൽ ബൈനോമിയൽ, 3 terms ആണെങ്കിൽ മൊണോമിയൽ. അപ്പൊ ടേംസ് പഠിച്ചു, കോഎഫിഷ്യൻസ് പഠിച്ചു, മൊണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ, പോളിനോമിയൽ പഠിച്ചു. നെക്സ്റ്റ് ഇനി അഡീഷനും സബ്സ്ട്രാക്ഷനും. അപ്പൊ അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയാം. AB - PC. അപ്പൊ ഇതൊരു അഡീഷന് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. എത്ര എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്? 3 എക്സ്പ്രഷൻ ഉണ്ട്. AB - BC, BC - CA, CA - AB. അപ്പൊ നമ്മളിത് അഡീഷന് വേണ്ടിയിട്ട് താഴെ എഴുതാം. AB - BC. ഇനി സെയിം ടേം വരുന്നത് BC ഇവിടെ ഉണ്ട്.
സോ നമ്മൾ ഇവിടെ എന്ത് എഴുതാം? ബി സി മൈനസ് സി എ. ഇനി ഇവിടെ സി എ കറക്റ്റ് ഇതിന് സെയിം ആണ്, അത് സി എയുടെ താഴെ തന്നെ കൊടുത്തു. ഈ മൈനസ് എ ബി, ഇവിടെ ഒരു എ ബി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മൈനസ് ഇതിന്റെ കൂടെ ഉണ്ട്. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് എ ബി ഇവിടെ എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് നമ്മൾ മൈനസ് ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എഴുതണം, മൈനസ് എ ബി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ മൈനസും പ്ലസും, ഇത് പ്ലസ് ആണ് കേട്ടോ, കാരണം ഈ അറ്റത്തിരുന്നത് പ്ലസ് അല്ലേ. ഇത് പ്ലസ് സി എ ആയിരുന്നു, ഇത് മൈനസ് സി എ ആണ്. ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. ഇതും അതുപോലെ മൈനസും പ്ലസും ആണ്. നമ്മൾ അഡീഷൻ അല്ലേ ഇവിടെ ചെയ്യുന്നേ. അപ്പൊ മൈനസ് ബി സി പ്ലസ് ബി സി എന്ന് പറയുമ്പോൾ 0 ആയിപ്പോയി. എ ബി പ്ലസ് മൈനസ് എ ബി, അതായത് എ ബി മൈനസ് എ ബി 0 ആയിപ്പോയി. ഇനി ഇങ്ങനെ നമ്മൾ 8th സ്റ്റാൻഡേർഡിലാണ് ഇങ്ങനെ എഴുതി നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. 7th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ അഡീഷൻ ചെയ്യാൻ വേണ്ടി നേരെ ഇങ്ങനെ എഴുതിയാണ് പഠിച്ചിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് ഓർക്കുന്നുണ്ടോ? 7th സ്റ്റാൻഡേർഡിൽ ഇങ്ങനെയാണ് പഠിച്ചത്. 8th സ്റ്റാൻഡേർഡിലാണ് ഈ മെത്തേഡ് പഠിക്കുന്നത്. ആ ടെക്സ്റ്റിൽ അങ്ങനെയേ ഉള്ളൂ. ഈ ടെക്സ്റ്റിൽ നമുക്ക് 2 മെത്തേഡും ഉണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യും? ആഡ് ചെയ്യാനാണ്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ നമുക്ക് തന്ന എക്സ്പ്രഷൻ ഒക്കെ ബ്രാക്കറ്റിൽ ഇട്ട് പ്ലസ് ഇട്ട് എഴുതി. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റം ഒന്നും സൈന് വരുന്നില്ല. സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ ബ്രാക്കറ്റ് കഴിഞ്ഞ് സബ്ട്രാക്ഷൻ ആണ് ഇവിടെയെങ്കിൽ ഈ സൈൻ നമ്മൾ മാറ്റി കൊടുക്കണം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ എ ബി, ഇത് മൈനസ് എ ബി 0 ആയിപ്പോയി. മൈനസ് ബി സി പ്ലസ് ബി സി 0 ആയിപ്പോയി. മൈനസ് സി എ പ്ലസ് സി എ ക്യാൻസൽ ആയിപ്പോയി. ഇപ്പൊ ബാലൻസ് ആൻസർ 0. ഇനി സബ്ട്രാക്ഷൻ ആണ് ഒരെണ്ണം പറയുന്നത്. അപ്പൊ സബ്ട്രാക്ഷന് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സബ്ട്രാക്ട് 4a minus 7ab plus 3b plus 12 from 12a minus 9ab plus 5b minus 3. അപ്പൊ ഫ്രം കഴിഞ്ഞ് വരുന്ന നമ്പർ, ആ എക്സ്പ്രഷൻ വേണം ഫസ്റ്റ് എഴുതാനായിട്ട്. സെക്കൻഡ് ആദ്യം തന്നെ എക്സ്പ്രഷൻ എഴുതുക. ഞാനിങ്ങനെ താഴെ എഴുതിയുള്ള സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സബ്ട്രാക്ട് ചെയ്യുമല്ലേ, മൈനസ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓരോന്ന് സബ്ട്രാക്ട് ഈ സൈഡിൽ നിന്ന് ചെയ്ത് ഇങ്ങ് പോരുക. അപ്പൊ ലൈക്ക് ടേംസിന്റെ താഴെ വേണം താഴെ ലൈക്ക് ടേംസ് എഴുതുക. ഇപ്പൊ ഇവിടെ തന്നതെല്ലാം ലൈക്ക് ടേംസ് കറക്റ്റ് ആയിട്ട് താഴെ എഴുതാൻ പാകത്തിനാണ് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത്. ഇനി ഇത് -3 മൈനസ് പ്ലസ് 12, അങ്ങനെ ചിന്തിച്ചോണം. -3 മൈനസ് പ്ലസ് 12 എന്ന് പറഞ്ഞാൽ -3 മൈനസ് 12. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് മൈനസ് സൈൻ കൊടുക്കണം. സോ ഹിയർ -15. ഓക്കെ, നെക്സ്റ്റ് 5b. നിങ്ങൾ സൈഡിൽ അങ്ങ് എഴുതി നോക്കിയാൽ മതി. 5b മൈനസ് 3b. സബ്ട്രാക്ഷൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ലൈക്ക് ടേംസ് ആണ്. സബ്ട്രാക്ട് ചെയ്താൽ 5ൽ നിന്ന് 3 പോയാൽ എത്ര കിട്ടും? 2. അത് പ്ലസ് 2b. കാരണം ഇത് 5 പോസിറ്റീവ്, 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതുപോലെ 5 ഗ്രേറ്റർ ആണ്, അതുകൊണ്ട് പ്ലസ് 2b കിട്ടി. നെക്സ്റ്റ് വരുന്ന ഏതാണ്? -9ab. പിന്നെ ഈ മൈനസ് കൊടുക്കണം, സബ്ട്രാക്ഷനിലുള്ള മൈനസ്. പിന്നെ ഈ -7ab. മനസ്സിലായോ? നമ്മൾ എഴുതി നോക്കുന്നത് എങ്ങനെയാന്ന്. സൈൻ ഒന്നും വഴി കളയരുത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ വരും? -9ab. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആകും, +7ab. ഇനി ഇത് മൈനസ് ആകും, ഇത് പ്ലസ്. അപ്പം എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്ത് വലുതിന്റെ സൈൻ കൊടുക്കണം. സോ 9ൽ നിന്ന് 7 പോയാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. ഇതാണ് ഗ്രേറ്റർ. സോ -2ab. സോ ഇവിടെ എന്ത് എഴുതാം? -2ab. ഇനി നെക്സ്റ്റ് 12a മൈനസ് 4a. അപ്പൊ അത് 2 പോസിറ്റീവ് നമ്പേഴ്സ് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ 12ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 8 കിട്ടും. സോ 8a. നമ്മൾ സബ്ട്രാക്ഷൻ കഴിഞ്ഞു. ആൻസർ എന്താണ്? 8a മൈനസ് 2ab പ്ലസ് 2b മൈനസ് 50. ഇങ്ങനെ എല്ലാത്തിനും ഓരോ എക്സാമ്പിളേ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഓരോന്നിനും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ. ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയി ചെയ്യാൻ പോവാം. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ 2 ടേംസ് ഇങ്ങനെ ജസ്റ്റ് തരികയാണെന്ന് വിചാരിക്കുക. 2 ടേംസ് തന്നു. -4pയും 7pയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? 4p ഇൻറ്റു 7p. മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൊടുത്തെഴുതി. ഇനി കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സൈൻ ഉണ്ടെങ്കിൽ സൈൻ മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് എഴുതണം. സോ ഹിയർ മൈനസ്, ഹിയർ പ്ലസ്.
So minus into plus minus sign. Then coefficients multiplication 4 7s are 28. Then variable same variable multiply ചെയ്തെഴുതണം. അപ്പോൾ ഇവിടെ സെയിം വേരിയബിൾ ഉണ്ട് p into p സ്ക്വയർ. സോ നമുക്ക് ആൻസർ കിട്ടി -28p. ഇപ്പൊ ഇങ്ങനെ ടേംസ് ഇതിപ്പോ ഞാൻ രണ്ടെണ്ണേ തന്നിട്ടുള്ളൂ, 2 3 4 ടേംസ് തരാം. അപ്പൊ അങ്ങനെ 3 4 എത്ര ടേംസ് തന്നാലും മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇടുക. എന്നിട്ട് ആദ്യം സൈൻ നോക്കുക, മൈനസുകൾ ഉണ്ടോ, മൈനസും പ്ലസും ഒക്കെ ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ദെൻ കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് നമ്പർ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ദെൻ സെയിം വേരിയബിൾസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ p into p square. So answer is -28p square. So next question, a 2b 3c 6abc 4 terms വന്നിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൊടുത്ത് എഴുതുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, സൈൻ ശ്രദ്ധിക്കുക, സൈൻ എല്ലാം പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ഏതെങ്കിലും ഉണ്ടോ, ഇല്ല. നെക്സ്റ്റ് കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ കോഎഫിഷ്യന്റ് എത്രയാ, 1 1 into 2 2 2 into 3 6 6 into 6 36. ഇപ്പൊ 36 എഴുതി. ഇനി ലൈക്ക് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. വേരിയബിൾ നോക്കുക, എ ഇവിടെ എ ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും എ ഉള്ള ടേം ഉണ്ടോ, ഉണ്ട്, ഇവിടെ എ ഉണ്ട്. അപ്പൊ ഇത് എ ഇൻറ്റു എ സ്ക്വയർ. നെക്സ്റ്റ് ഇനി ബി ഉണ്ടോ എന്ന് നോക്കുക, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ബി ഇൻറ്റു ബി സ്ക്വയർ. നെക്സ്റ്റ് സി ഇൻറ്റു സി സ്ക്വയർ. സോ ആൻസർ കിട്ടി 36 a സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ. ഇപ്പൊ മനസ്സിലായല്ലോ, സൈൻ ഉണ്ടോ, ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം, സൈൻ നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, സെയിം വേരിയബിൾസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതുപോലെ എടുത്തെടുത്ത് എഴുതുക. ഇനി നമ്മളൊരു 2 ടേംസ് തന്നിട്ടുണ്ട്, ഒന്ന് ഒരു മൊണോമിയലും മറ്റേത് ഒരു ബൈനോമിയലുമാണ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, ഇങ്ങനെ ബ്രാക്കറ്റില് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്ത് ബ്രാക്കറ്റില് ബൈനോമിയൽ ഇടുക. സോ 4p into p plus q. ഇനി എന്ത് ചെയ്യണം, നമ്മൾ നമ്പേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ടേമിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 4p into p 4p into p. then ഈ പ്ലസ് കൊടുക്കുക, again 4p into q. ഇനി 4p into p into p square. so this is p square plus 4p into q pq. so answer is 4p square plus 4pq. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഒരു മൊണോമിയലും ബൈനോമിയലും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇനി 2 ബൈനോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമ്മള് ഫസ്റ്റ് ഇതൊരു ബൈനോമിയലാണ്, ഇതൊരു ബൈനോമിയലാണ്. അപ്പൊ ഈ ഫസ്റ്റ് ബൈനോമിയലിന്റെ ഓരോ ടേം കൊണ്ടും സെക്കൻഡ് എക്സ്പ്രഷന്റെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ 2x into 4x, p2x 4x കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഈ മൈനസ് സൈൻ വേണം കൊടുക്കാൻ, കാരണം ഇത് എടുക്കുമ്പോഴാണ് ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യുന്നത്, ഈ പ്ലസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ 2x into 4x കഴിഞ്ഞാൽ ഈ 2x കൊണ്ട് 3നെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടുത്തെ സൈനായ മൈനസ് കൊടുക്കുക, 2x into 3. ഇനി നമ്മൾ ചേഞ്ച് ചെയ്യുവാണ്, അടുത്ത ടേം എടുക്കുവാണ്. സോ പ്ലസ് 5 into 4x 5 into 4x. then ചേഞ്ച് അടുത്ത ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഈ മൈനസ് കൊടുക്കുക, 5 into 3. ഇനി മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ പറഞ്ഞത്, കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, സെയിം വേരിയബിൾ ആണെങ്കിൽ അതും മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 into 4 8 x into x സ്ക്വയർ മൈനസ് 3 into ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഇവിടെ കോഎഫിഷ്യന്റ് ഉണ്ട്, അത് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 2s are 6x പ്ലസ് 5 into 4 20x മൈനസ് 5 into 3 15. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണം, ഇവിടെ ലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ സോൾവ് ചെയ്ത് പോകണം. അപ്പൊ 8x സ്ക്വയറിന് ലൈക്ക് ടേംസ് ഒന്നും ഇല്ല, x സ്ക്വയർ വരുന്ന ടേംസ് ഉണ്ടോ ഇവിടെ, ഇല്ല. x വരുന്ന 2 ടേംസ് ഉണ്ട്, അത് ലൈക്ക് ടേംസ് ആണ്. ഇത് -6x ഇത് +20x. നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് വലുതിന്റെ സൈൻ കൊടുക്കുക. സോ 20ൽ നിന്ന് 6 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടും. ഇനി ഇതിന്റെ സൈൻ, ഇത് 20 ആണ് വലുത്. സോ നമ്മളിവിടെ എന്ത് കൊടുക്കണം, +14x -15. സോ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു.
ഇത്രയും വന്നു കഴിഞ്ഞ് ചിലർ ചെയ്യുന്നത് ഈ 8ഉം 14ഉം 15ഉം ഒക്കെ ആഡ് ചെയ്ത് എക്സ് സ്ക്വയർ ഒക്കെ അങ്ങ് ആഡ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ചെയ്തേക്കല്ല, ഇവിടം കൊണ്ട് ഇതിന്റെ ആൻസർ തീർന്നു കേട്ടോ. ഒത്തിരി പേരുടെ പേപ്പർ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഐഡന്റിറ്റീസ് എല്ലാം പഠിച്ചിട്ടല്ലേ ഇത് പിന്നെയും പഠിക്കുന്നേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ടെൻഡൻസി തോന്നും, ഇവിടെ ഐഡന്റിറ്റി ഏതെങ്കിലും യൂസ് ചെയ്യണോ. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഐഡന്റിറ്റി യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ a+b ഹോൾ സ്ക്വയർ പോലെ വരണം, അല്ലെങ്കിൽ a-b ഹോൾ സ്ക്വയർ പോലെ വരണം. അങ്ങനെ എഴുതാൻ ഇവിടെ സെയിം ആയിട്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഉള്ളത് x+a × x+b. അവിടെയാണെങ്കിലും ആദ്യത്തെ രണ്ടെണ്ണം സെയിം ആയിരിക്കണം. അത് സെയിം ആണോ? അല്ല. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി ഒന്നും യൂസ് ചെയ്യത്തില്ല. പിന്നെ ഉള്ളത് a² - b², അതായത് a-b × a+b. ഇവിടെ എല്ലാം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഐഡന്റിറ്റി ഒന്നും യൂസ് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കിയേക്കണം, ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ എക്സസൈസ് 9.4 ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനോ ആൻസർ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് മൾട്ടിപ്ലൈ 2 ബൈനോമിയൽ വന്നാൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അതറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ലൈക്ക് ടേംസ് തമ്മിൽ ആഡ് ചെയ്ത് പോകാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ നോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇനി നമ്മുടെ ഐഡന്റിറ്റീസിലേക്ക് വരുന്നത്, നമുക്ക് എത്ര ഐഡന്റിറ്റീസ് ഉണ്ട്? 4 ഐഡന്റിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് a+b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + 2ab + b². സെക്കൻഡ് ഐഡന്റിറ്റി a-b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² - 2ab + b². തേർഡ് ഐഡന്റിറ്റി a² - b² ഈക്വൽ ടു a+b × a-b. Fourth identity x+a × x+b equal x² + a+b × x+ab. ഇനി ഈ ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ളതാണ് എക്സസൈസ് 9.5. അപ്പൊ ഞാൻ 4 ഐഡന്റിറ്റീസും യൂസ് ചെയ്തുകൊണ്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിക്കാം. പിന്നെ നിങ്ങൾ എക്സസൈസ് 9.5 ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അപ്പൊ എക്സസൈസ് 9.5 ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. x+3 × x+3. ഇത് കാണുമ്പോൾ നമുക്ക് മറ്റേ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യണമെന്നൊരു ഫീലിംഗ് തോന്നും അല്ലേ? ഏതാ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ചെയ്തില്ലേ, x × x + x × 3 അങ്ങനെ. അത് ചെയ്യണ്ട, കാരണം ഇത് സെയിം ടേം ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ബ്രാക്കറ്റിൽ ഇൻസൈഡില് x+3, ഇവിടെ x+3. അപ്പൊ നമ്മള് ജസ്റ്റ് x × x എന്നാ വരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുക? x² എന്ന് എഴുതും ഇല്ലേ? അതുപോലെ സെയിം ടേംസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് x+3 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി ഇത് ഏതോ ഒരു ഐഡന്റിറ്റിയുടെ ഫോമിലായി. ഏതാ? a+b ഹോൾ സ്ക്വയർ. എയുടെ സ്ഥാനത്ത് x, ബിയുടെ സ്ഥാനത്ത് 3. അപ്പൊ a+b ഹോൾ സ്ക്വയർ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? a² + 2ab + b². ഇനി എന്ത് ചെയ്താൽ മതി? ഈ എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ a² a is x, so x² plus ഈ 2 എഴുതുക. 2 × എയുടെ പ്ലേസിൽ x × ബിയുടെ പ്ലേസിൽ 3 plus b². b² എന്ന് പറയുമ്പോൾ ബിയുടെ പ്ലേസിൽ 3². Now x² is x² itself. 3 × 2 6x plus 3² 9. സോ ഇവിടെ കൊണ്ട് ആൻസർ തീർന്നു. ഇനിയും ഇത് ചെയ്യുന്ന അതിവിദഗ്ധന്മാരുണ്ട്, അവരാരും ഇത് ചെയ്തേക്കരുത് കേട്ടോ. x² + 6x + 9 ആൻസർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 2y - 5 × 2y - 5. അതായത് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരുന്നതാണ്. അപ്പൊ ഇത് രണ്ടും നോക്കിക്കേ, സെയിം അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെ എഴുതും? 2y - 5 ഹോൾ സ്ക്വയർ. ആദ്യം ഇങ്ങനെ എഴുതുക. അപ്പൊ ഇത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലാ? സെക്കൻഡ് ഐഡന്റിറ്റി a - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² - 2ab + b². എയുടെ സ്ഥാനത്ത് 2y, ബിയുടെ സ്ഥാനത്ത് 5. അപ്പൊ നിങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോ ശ്രദ്ധിക്കുക, എ എന്ന ആ ഒരു പ്ലേസില് 2y ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എവിടെയൊക്കെ എ ഉണ്ടോ ഈ ഇക്വേഷനിൽ, അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? 2y കൊടുത്തിരിക്കണം കേട്ടോ, മറന്നു പോകില്ല. അപ്പൊ നമുക്കത് ചെയ്യാം. a² പ്ലേസിൽ അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? 2y ഹോൾ സ്ക്വയർ. അപ്പൊ ഒന്നിലധികം ടൈംസ് വരുവാണെങ്കിൽ അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് സ്ക്വയർ ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ ഒരെണ്ണം മാത്രമാണ് സ്ക്വയർ ചെയ്യുന്നെങ്കിൽ ഇത് y² ആണെന്ന് തെറ്റിദ്ധരിക്കും. അപ്പൊ ഈ 2നെ നമ്മൾ സ്ക്വയർ ചെയ്യാതെ പോകും. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നാൽ നമ്മൾ ബ്രാക്കറ്റ് കൊടുത്ത് സ്ക്വയർ കൊടുക്കുന്നത്. മൈനസ് ഈ 2 എഴുതുക,
എയുടെ പ്ലേസിൽ 2y ഇൻറ്റു അറ്റ് ദ പ്ലേസ് ഓഫ് ബി 5 പ്ലസ് ബി സ്ക്വയർ 5 സ്ക്വയർ. നൗ സ്ക്വയറിങ് 2y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ 4, വൈയുടെ സ്ക്വയർ y സ്ക്വയർ മൈനസ് 2 2 4, 4 5 20y പ്ലസ് 5 സ്ക്വയർ 25. സോ നമ്മൾ ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ഐഡന്റിറ്റിയുടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ 51 സ്ക്വയർ മൈനസ് 49 സ്ക്വയർ. ഇവിടെ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എയുടെ പ്ലേസിൽ 51, ബിയുടെ പ്ലേസിൽ 49. അപ്പൊ എങ്ങനെ എഴുതും? എ 51 മൈനസ് ബി 49 ഇൻറ്റു എ അഗൈൻ 51 പ്ലസ് ബി 49. ഇനി 51 മൈനസ് 49 2. സോ 2 ഇൻറ്റു 51 പ്ലസ് 49 100. Now 2 into 100 is 200. So നമുക്ക് ആൻസർ കിട്ടിയപ്പോൾ ഇത് ഞാൻ നമ്പർ വെച്ചത് എക്സസൈസ് ലാസ്റ്റ് എക്സസൈസിലുണ്ട് കേട്ടോ. 9.5 ക്വസ്റ്റ്യൻ നമ്പർ 7 ഇത് യൂസ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാനുള്ളതാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2x plus 5y into 2x plus 3y. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ 2x ഉണ്ട്, ഇവിടെയും 2x ഉണ്ട്. പക്ഷെ ഈ രണ്ട് ടേംസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഏത് ഐഡന്റിറ്റി ആയിരിക്കും? ഫോർത്ത് ഐഡന്റിറ്റി എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ഈ ഐഡന്റിറ്റി ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ എക്സ് സെയിം ആണ് ഇവിടെ വരേണ്ടത്. പക്ഷെ സെക്കൻഡ് വരേണ്ടത് ഡിഫറെന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇനി എക്സ് ഇവിടെ എന്താണ്? 2x ആണ്. എക്സിന്റെ പ്ലേസിൽ 2x. എയുടെ പ്ലേസിൽ 5y ആണ് വന്നിരിക്കുന്നത്. ബിയുടെ പ്ലേസിൽ 3y. ഇനി കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എങ്ങനെ ചെയ്യും? എങ്ങനെയാ വരണ്ടേ? എക്സ് സ്ക്വയറിന്റെ പ്ലേസിൽ 2x ഹോൾ സ്ക്വയർ പ്ലസ് ഇനി എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 5y പ്ലസ് 3y ഇൻറ്റു എക്സ് ഉണ്ട്. ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 2x പ്ലസ് എ ബി എന്ന് പറയുന്നത് 5y ഇൻറ്റു 3y. ഇനി 2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലോ 2ന്റെ സ്ക്വയർ 4, എക്സിന്റെ സ്ക്വയർ 4x സ്ക്വയർ പ്ലസ് 5y പ്ലസ് 3y. ഇത് ലൈക്ക് ടേംസ് ആണ്. y ആണ് രണ്ടിടത്തും വേരിയബിൾ വന്നിരിക്കുന്നത്. സോ നമുക്ക് കോയിഫിഷ്യൻസ് ആഡ് ചെയ്യാം. അത് നോക്കി നിങ്ങൾ ചെയ്യാവുള്ളൂ. ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. 5 പ്ലസ് 3 8. സോ ദിസ് ഈസ് 8y ഇൻറ്റു 2x. ഇങ്ങനെ എഴുതിയതിനു ശേഷമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുള്ളൂ കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാവുള്ളൂ. നെക്സ്റ്റ് ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 3 15, y ഇൻറ്റു y സ്ക്വയർ. നെക്സ്റ്റ് 4x സ്ക്വയർ പ്ലസ് ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് 8y ഇൻറ്റു 2x. അപ്പൊ നമുക്ക് കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8 2s are 16, then xy കണ്ടോ, x ഇൻറ്റു y എന്ന് എഴുതി. ഇനി പ്ലസ് 15y സ്ക്വയർ. അപ്പൊ നമ്മുടെ ആൻസർ ആയി 4x സ്ക്വയർ പ്ലസ് 16xy പ്ലസ് 15y സ്ക്വയർ. അപ്പൊ ഇവിടെയൊക്കെ ഈ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ ചെറിയ ടേംസ് വെച്ച് നമ്മൾ ആദ്യം തുടങ്ങിയില്ലേ, മൊണോമിയൽസ് തന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതൊക്കെ ഇവിടെ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തി വലിയ ഒരു ഇതിൽ തന്നേ ഉള്ളൂ. നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ചെയ്യണം. ഇവിടെ അഡീഷൻ കണ്ടോ, ശരിക്കും മൊണോമിയൽ അഡീഷൻ ആണിത്. അതിന്റെ കൂടെ അത് ആഡ് ചെയ്തിട്ട് ഇൻറ്റു 2x കൂടെ ചെയ്യണം. അവർ ഇവിടെ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് എല്ലാം കൂടെ ഒന്നിച്ചൊരു സ്റ്റെപ്പ് ചെയ്യേണ്ട ഒന്നൊന്നും മാത്രമേ ഉള്ളൂ. അപ്പൊ കെയർഫുൾ ആയിട്ട് നോക്കി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 14 ഫാക്ടറൈസേഷൻ. അപ്പൊ ഫാക്ടറൈസേഷനകത്ത് നമ്മൾ എന്താ പഠിച്ചേ? ഇതുപോലെ നമുക്ക് തന്ന എക്സ്പ്രഷനെ നമ്മൾ തിരിച്ച് ഫാക്ടറൈസ് ചെയ്ത് അതിന്റെ ഓരോ ഘടകങ്ങൾ ഓരോ ഫാക്ടേഴ്സ് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യമേ ഫാക്ടറൈസേഷൻ നമ്മൾ 2 മെത്തേഡ്സ് പഠിച്ചു. സിമ്പിൾ ആയിട്ടുള്ളത് മെത്തേഡ് ഓഫ് കോമൺ ഫാക്ടറും പിന്നെ ഫാക്ടറൈസേഷൻ ബൈ റീഗ്രൂപ്പിംഗ്. നമ്മൾ കോമൺ ഫാക്ടേഴ്സിന്റെ മെത്തേഡ് നമുക്ക് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ 2yയും 22xy 2 ടേംസ് വന്നിട്ടുണ്ട്. ഇതിന്റെ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കോമൺ
ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് 2y-നെ 2 into y നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ 2 into 2y എന്ന് പറഞ്ഞാൽ 2 into y. ഇനി 22xy ഇതേ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 22 എന്ന് പറഞ്ഞാൽ എന്താ, 2 into 11. നമ്മൾ എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഓരോ നമ്പേഴ്സും പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ 22 നമുക്ക് 2 into 11 ആണ്, ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. ഇനി രണ്ടിടത്തും നമ്മൾ കോമൺ വരുന്ന ഫാക്ടേഴ്സ് ഏതാണ്? ഇവിടെ 2 ഉണ്ട്, ഹിയർ ഓൾസോ, ഹിയർ വൈ, ഹിയർ വൈ. സോ ഇവിടുത്തെ കോമൺ ഫാക്ടർ ഏതാണ്? 2 into y, അതായത് 2y. ഇങ്ങനെ നിങ്ങൾക്ക് തരുന്ന ടേംസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് എഴുതുന്നതാണ് കോമൺ ഫാക്ടർ. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് റീഗ്രൂപ്പിംഗ്. റീഗ്രൂപ്പിംഗ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. x² + xy + 8x + 8y. നമ്മൾ ഏകദേശം ഒരുപോലെ വരുന്നത് തമ്മിൽ നമ്മളങ്ങ് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇതൊരു സെറ്റായിട്ട് നമ്മളങ്ങ് എടുക്കുന്നു. ഇനി ഈ സെറ്റിൽ കോമൺ ആയിട്ട് വരുന്ന ഏതാ? എക്സ് ഇല്ലേ? ഇവിടെ x² എന്ന് പറഞ്ഞാൽ എന്താ? x into x. xy എന്ന് പറഞ്ഞാൽ x into y. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മുകളിൽ കൂടെ എഴുതി വെക്കൂ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എഴുതുവോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ x² എന്ന് പറഞ്ഞാൽ x into x, xy എന്ന് പറഞ്ഞാൽ x into y. അപ്പൊ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് നമുക്ക് x ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ ആ എക്സിനെ നമ്മൾ അങ്ങ് ഔട്ട് സൈഡിൽ എടുക്കുന്നു. എന്നിട്ട് ഇൻറ്റു, ഇനി ഇവിടെ ബാലൻസ്, ഈ ടേമിന്റെ ബാലൻസ് എക്സ്, ദെൻ പ്ലസ് ഈ ടേമിന്റെ ബാലൻസ് ഇവിടെ ഉള്ളത് y. x into x plus y. ഇനി ഈ പ്ലസ് കൊടുക്കുക. ഇനി ഇത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ 8 into x എന്നും ഇവിടെ 8 into y എന്നും എഴുതാം. രണ്ടിടത്തും ഏതാ കോമൺ? 8 അല്ലേ? അപ്പൊ 8 into ബാലൻസ് ഇവിടെ x plus y. ഇനി ഇവங்க നോക്കിക്കേ, വീണ്ടും നോക്കിക്കേ, ഇവിടെ x plus y ഉണ്ട്, ഇവിടെ x plus y ഉണ്ട്. ഇതൊരു ടേം ആയിട്ട് നോക്കാം, ഇതൊരു സെറ്റ് ആയിട്ട് നോക്കാം അല്ലേ? കാരണം ഇവിടെ പ്ലസ് ഇട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ x plus y ഉണ്ട്, ഇവിടെ x plus y ഉണ്ട്. എന്നാ പിന്നെ ആ x plus y നമ്മൾ പുറത്തേക്ക് എടുക്കണം. സോ x plus y, ഇനി ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്? എക്സ്, ഇനി ഈ പ്ലസ് ഇടുക, ഇവിടെ ബാലൻസ് 8. നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. x plus y into x plus 8. അപ്പൊ നമ്മള് ചാപ്റ്റർ 9 മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചില്ലായിരുന്നോ? ഇങ്ങനെ ബൈനോമിയൽ തന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? x into x പ്ലസ് x into 8 പ്ലസ് y into x പ്ലസ് y into 8 അങ്ങനെ ചെയ്യത്തില്ലേ? ആ ആൻസർ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അപ്പൊ ഈ ഇതില് നേരെ, അതായത് ചാപ്റ്റർ 9 ചെയ്തതിന്റെ ഓപ്പോസിറ്റ് തിരിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തുവാണ് ഫാക്ടറൈസ് ചെയ്ത്. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് എക്സസൈസ് 14.2 ഐഡന്റിറ്റി ഒക്കെ യൂസ് ചെയ്ത് ഫാക്ടറൈസേഷൻ ചെയ്യാവുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഐഡന്റിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് തരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോലെയൊക്കെ ആക്കി ചെയ്യണം. അപ്പൊ അതിന്റെ വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞത്. അപ്പൊ അതൊന്ന് എടുത്തു വെച്ച് നോക്കണം. ഇനി ഡിവിഷൻ ഉണ്ട് അതിനകത്ത് വരുന്നത്. ഡിവിഷൻ ചെയ്യാനും ആദ്യം സിമ്പിൾ ആയിട്ടുള്ളത് 28x4 ഡിവൈഡഡ് ബൈ, അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. 28x4 ഡിവൈഡഡ് ബൈ 56x. അപ്പൊ നമ്മൾ ആദ്യം ഇതിനെ റീറൈറ്റ് ചെയ്യുക. 28x4 ബൈ 56x. അത് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന കട്ട് ചെയ്തത് 28 into 2 ആണ് 56. അതുപോലെ എക്സ്, ഇതിനകത്ത് ഒരു എക്സ് കട്ട് ചെയ്യുക. അപ്പൊ ബാക്കി എത്ര എക്സ് വരും? 3x വരും. അപ്പൊ ഫൈനൽ ആയിട്ട് ഇവിടെ x³ ഉണ്ട് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. സോ ഫൈനൽ ആൻസർ x³ by 2. ഇനി എക്സസൈസ് 14.3 നമ്മൾ ഡിവിഷൻ മെത്തേഡ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഓരോന്നും ഓരോ രീതിയിലുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ യൂട്യൂബിൽ ഞാൻ തന്ന ആ ഒരു ചാനൽ അതെടുത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കണം കേട്ടോ. കാരണം ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഡിവിഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ആദ്യം ഡിവൈഡ് ബൈ ആയിട്ട് എഴുതുക. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വേഗം കട്ട് ചെയ്ത് എഴുതാം. ഇനി അല്ലാതെ വലിയ എക്സ്പ്രഷൻ ഒക്കെയാണ് തരുന്നതെങ്കിൽ ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം കോമൺ ആയിട്ട് വരുന്നതൊക്കെ കട്ട് ചെയ്താണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ അതിനകത്ത് വരുന്ന ക്യാൻ യു ഫൈൻഡ് ദ എറർ. നമ്മൾ എറർ വരുത്താം. ഈ ഇത് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എറർ വരുത്താം, ആ എറർ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ആൻസർ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത്. അപ്പൊ അവിടെ 6 ടൈപ്സ് എറർ ആണ് നമുക്ക് സാധാരണ വരാൻ ചാൻസ് ഉള്ളത്. നമ്മള് കോയിഫിഷ്യൻസ് ഫസ്റ്റ് വരുന്ന എറർ എന്ന് പറഞ്ഞാൽ നമ്മള് കോയിഫിഷ്യൻസ് എടുക്കാൻ മറന്നു പോകും. അതായത് എക്സിന്റെ അല്ലെ എക്സ് വൈ ഇസഡ് ഒക്കെ വരുമ്പോൾ 1 ആണ് കോയിഫിഷ്യന്റ്.
അപ്പൊ ആ 1 എന്നുള്ളത് നമ്മൾ എടുക്കാൻ മറന്നു പോകുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഒരെണ്ണം വരാവുന്നത്. പിന്നെ വരാവുന്നതെന്ന് പറയുന്നത് ബ്രാക്കറ്റ്സ്, നെഗറ്റീവ് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് നമ്മളൊരു വാല്യൂ ഇട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ എപ്പോഴും ബ്രാക്കറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്താണ് നെക്സ്റ്റ് എറർ വരാൻ ചാൻസ്. അതായത് നമ്മൾ 3x ചെയ്യണം, 3x4 ചെയ്യണം. പക്ഷെ നമ്മൾ 3x മാത്രം ചെയ്തെഴുതുന്ന ചില അങ്ങനെ തെറ്റിക്കും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ ശരിക്കും ചെയ്യേണ്ടത്? 3x 3x മൈനസ് 3x4 12 ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അതാണ് ഒരു എറർ. നെക്സ്റ്റ് നമ്മൾ ഒരു ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും നോക്കണം ഈ ഐഡന്റിറ്റി ഇതിന് സ്യൂട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാവുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ ഐഡന്റിറ്റി എടുത്തൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് അപ്ലിക്കബിൾ ആണോ എന്നൊന്ന് ജസ്റ്റ് അതെങ്ങനെയാണെന്നറിയോ അത് കിട്ടുക. വീണ്ടും നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഇത് വരുള്ളൂ, പ്രാക്ടീസ് വരുള്ളൂ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത് ഇതിന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് മനസ്സിലാവണമെങ്കിൽ കുറെ പ്രാവശ്യം നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അടുത്ത ഒരു എറർ വരുന്നത് ഞാൻ പറഞ്ഞു പോയതാണ്. നമ്മൾ സ്ക്വയർ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ ചെയ്യുക. അപ്പൊ ഇവിടെ ഈ ബ്രാക്കറ്റിന് ഇൻസൈഡിലുള്ള എല്ലാ ടേംസിനെയും സ്ക്വയർ ചെയ്യണമെന്നാണ് മീനിങ്. അപ്പൊ ഇവിടെ 2 സ്ക്വയർ 4 എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഇങ്ങനെ എഴുതുക. അതായത് നമ്മളിപ്പോ എത്ര നമ്പര് ബ്രാക്കറ്റിലുണ്ടോ അത്രയും നമ്പറിനെ നമ്മൾ സ്ക്വയർ ചെയ്തെഴുതുക. അതുപോലെ കോയിഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തെഴുതണം. ഇതൊരു മിസ്റ്റേക്ക് വരുത്തുന്നതാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 6th മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ 3x + 4/2 ഇങ്ങനെ ഒരു ബൈനോമിയലിനെ ഒരു മൊണോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തന്നാൽ അത് നമ്മൾ ഈ ഓരോ ടേമിനെയും ഈ മൊണോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് ഇതിന്റെ മീനിങ്. അതായത് 3x/2 + 4/2 3x/2 + 4/2 എന്ന് പറഞ്ഞാൽ 2 ഇങ്ങനെ ഓരോന്നിനെ ഡിവൈഡ് ചെയ്യാന്നാണ് ഇതിന്റെ മീനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എക്സസൈസ് 14.4 ഈ എറേഴ്സിന്റേതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ 9ഉം 14ഉം റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നന്നായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം. നിങ്ങൾ ബുക്കിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ക്വസ്റ്റ്യൻ വന്നു, ഈ ഐഡന്റിറ്റി ഇവിടെ കൊടുത്തു, എയുടെ സ്ഥാനത്ത് അത് കൊടുത്തു, ബിക്ക് ഇത് കൊടുത്തു, ആഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ പറയാൻ കിട്ടും. പക്ഷേ നമ്മൾ പ്രാക്ടീസ് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് എക്സാം എഴുതാനായിട്ട് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ എക്സസൈസും എടുത്ത് ചെയ്ത് തന്നെ നോക്കി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.